എവറിഥിങ് ഈസ് എനർജി. ഈ പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് മൊത്തം എനർജിയാണ്, ഊർജ്ജമാണ്. ഊർജത്തെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ട്, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഉള്ളതാണ്. അപ്പം ഈ സമ്പത്ത്, പണം എന്ന് പറയുന്നത് എനർജിയാണ്. നിങ്ങൾക്ക് ഒരാളൊരു 10,000 രൂപ അയക്കുക, അതിന് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റോ സർവീസിന് വേണ്ടി നിങ്ങൾക്ക് അയച്ചു തരിക. അയാൾ എനർജി എക്സ്ചേഞ്ച് ചെയ്തു. അത് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളായിരിക്കാം. അതിന് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും അത് എനർജിയാണ്, ഊർജ്ജമാണ്. നിങ്ങളിലേക്ക് പണം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്യുവർ മൈൻഡ് ആയിരിക്കണം. നിങ്ങളുടെ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളുടെ ചുറ്റോടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നവരെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ ആ ക്വാളിറ്റി നമ്മളെത്തും, നമ്മൾ സമ്പത്ത് നമുക്ക് കൂടുമെന്ന് പറയാൻ കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷനും നെഗറ്റീവ് ആൾക്കാരുമായിട്ടാണ് എപ്പോഴും മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ശരീരം മുഴുവൻ എനർജിയാണല്ലോ. ഇത് പൊല്യൂട്ടഡായി കഴിയുമ്പോഴത്തേക്കും ഈ എനർജി നമ്മളിലേക്ക് വരത്തില്ല. ഈ പണം എന്ന് പറഞ്ഞ എനർജി നമ്മളിലേക്ക് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, വിഷ്വലൈസേഷൻ ചെയ്യണം, നമ്മൾ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരോട് ഇടപെടണം. സത്സംഗം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കാണ് നമ്മളിലേക്ക് സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ എനർജിയാണെന്ന് മനസ്സിലാക്കണം. ഈ എനർജീനെ ഒന്നും ചെയ്യാൻ പറ്റിയതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരിടത്തൊരു മരണം നടക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഇത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ആളെയൊന്നും പോയിട്ടില്ല, അതൊരു എനർജിയാണ്, അത് വേറെ ഫോമിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കാണുന്നത് ഇറ്റ്സ് എ ഇലൂഷൻ, ഒരു മായ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു പോയി എന്ന് എനിക്കൊരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഞെട്ടലില്ല. കാരണം എനിക്കറിയാം ഇത് ഒരു ശാസ്ത്രം നിൽക്കുന്ന സംഭവമാണ്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് അബോധത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണ് അതെന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മറ്റത് അങ്ങനെയൊന്നുമില്ല. കാര്യം ആരും എപ്പോഴും മരിച്ചു പോകാം, ഊർജം മാത്രം. അയാളെങ്ങും പോകുന്നില്ല, അയാൾ ഈ പ്രപഞ്ചത്തിൽ വേറൊരു ഫോമായി മാറി, ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഊർജത്തിൻ്റെ ഒരു കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തികളെയും സാഹചര്യങ്ങളെയും സമ്പത്തും ആരോഗ്യവും നിങ്ങളിലേക്ക് വലിച്ച് അടുപ്പിക്കാൻ പറ്റും. കാരണം എല്ലാം ഊർജ്ജമാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എനർജി ലെവൽ കൂടുതലുള്ള ആളായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനർജി ലെവൽ കൂടിയ ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ആ ഹൈ വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ചിട്ടയായിട്ടുള്ള ലൈഫ് സ്റ്റൈല്, മെഡിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ എല്ലാം ഊർജ്ജമാണെന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ എത്തണം. എനർജിയാണ് എല്ലാം. ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ്. അങ്ങനെ നമ്മൾ കാണുന്നതും എല്ലാം ഒന്ന് ഫോം മാറുന്നതേ ഉള്ളൂ. ആ ഫോം മാറിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാം ഊർജ്ജമാണ്. ഊർജ്ജമല്ലാതെ ഇവിടെ ഒന്നുമില്ല. മെയിൻ സോഴ്സ് സൂര്യനാണ്, ഊർജ്ജത്തിൻ്റെ മെയിൻ സോഴ്സ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സൂര്യപ്രകാശം കണ്ടാൽ മതി. പക്ഷേ ആൾക്കാർ പോയി ഗുളിക മേടിച്ച് കഴിക്കും. ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഗുളിക കഴിച്ചാൽ മാറുകയില്ല, അത് ഗുളിക കഴിച്ചാലേ മാറുകയുള്ളൂ, സൂര്യപ്രകാശം കണ്ടിട്ട് കൊള്ളുക എന്ന് പറയും. അത് അയാളുടെ ബിസിനസ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. കാര്യം ഗുളിക കഴിച്ചാൽ, വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. പക്ഷേ സൂര്യപ്രകാശം കൊണ്ടാൽ മതി എന്ന് ഡോക്ടർ പറയാതെ അയാളുടെ കച്ചവടമാണ്. ഈ കച്ചവടം നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രബിളിലായി പോകും. ഓക്കെ, അപ്പോൾ എല്ലാം ഊർജ്ജമാണെന്ന് മനസ്സിലാക്കണം. അപ്പം എങ്ങനെയാണ് നമുക്ക് സാഹചര്യങ്ങളും വ്യക്തികളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതെല്ലാം സാധ്യമാവും. അതിനൊരു എഫേർട്ട്ലെസ് ആണ്. പ്രത്യേകിച്ച് ഒരു എഫേർട്ടും വേണ്ട. ഒരു കരിയില
ഒഴുക്കിന് അനുകൂലമായിട്ട് ഒഴുകി പോവുള്ളൂ. അത് ഒഴുക്കെങ്ങോട്ടാണോ അതിലേക്ക് ഒഴുകി പോകും. അതിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്ന് പറഞ്ഞതുപോലെ നമുക്കിതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒഴുക്കിനെതിരെ നീന്തത്തില്ല. എല്ലാ കാര്യത്തിനകത്തും ആ ഒഴുക്കിന് അനുകൂലമായിട്ട് നമ്മൾ നിൽക്കും. നമ്മളുകൊണ്ട് നമ്മളിത് ഈ ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഊർജത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുക. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒഴുക്കിനെതിരെ പോകേണ്ട കാര്യമേ ഇല്ല. എന്താണോ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു കരിയില പോലെ ഒഴുക്കിന് അനുകൂലമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. വളരെ ഈസി ലൈഫായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.